ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ നോർത്ത് ഡാർഫർ സംസ്ഥാന തലസ്ഥാനമായ എൽ ഫാഷറിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. 2023 ഏപ്രിൽ മുതൽ ഉപരോധത്തിലിരിക്കുന്ന നഗരത്തിൽ അർദ്ധസൈനിക സേന നടത്തിയ ആക്രമണത്തിൽ ഇടവക വികാരിയായി സേവനം ചെയ്യുകയായിരുന്ന ഫാദർ ലൂക്ക ജൊമോയാണ് കൊല്ലപ്പെട്ടത്. സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ആദ്യത്തെ കത്തോലിക്ക വൈദികനാണ് ഫാദർ ലൂക്ക. എൽ ഒബൈദ് രൂപത വൈദികന്റെ മരണവാർത്ത സ്ഥിരീകരിച്ചു. ജൂൺ 13 പുലർച്ചെ 3 മണിക്ക് എൽ ഫാഷറിൽ വൈദികനും മറ്റ് 2 യുവാക്കളും വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാ നേതൃത്വം ആഹ്വാനം നൽകി. ഏകദേശം 2 വർഷമായി നഗരം അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ഉപരോധത്തിൽ തുടരുകയായിരുന്നുവെന്ന് പ്രാദേശിക വൃത്തങ്ങൾ വിശദീകരിച്ചു. സമീപ മാസങ്ങളിൽ ബോംബാക്രമണങ്ങളും മിലിറ്ററി ആക്രമണങ്ങളും രൂക്ഷമായിരുന്നു. ഇത്തരത്തിൽ നടന്ന ആക്രമണങ്ങൾക്കിടെയാണ് യുവവൈദികൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ജനുവരി മുതൽ ഫാദർ ജോമോയെ നഗരം വിട്ടുപോകാൻ കൂട്ടത്തിലുള്ള ആളുകൾ സഹായിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ സായുധ പോരാളികൾ പ്രദേശം പൂർണ്ണമായി വളഞ്ഞതിനാൽ രക്ഷപ്പെടാൻ കഴിയാതെ പോവുകയായിരുന്നുവെന്നും പ്രദേശവാസികൾ വെളിപ്പെടുത്തി. 2 വർഷമായി സുഡാനിൽ തുടരുന്ന ആക്രമണങ്ങളിലും വൈദിക നരഹത്യയിലും കടുത്ത ദുഃഖം പ്രകടിപ്പിച്ച് ലയോ പാപ്പ രംഗത്ത് വന്നിരുന്നു. അക്രമം അവസാനിപ്പിക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും പോരാടുന്നവരോടുള്ള അടുപ്പവും പ്രാർത്ഥനയും പാപ്പ അറിയിച്ചിരുന്നു.